ഇത് ഒരുപാട് മാർക്കറ്റ് ചെയ്യപ്പെട്ട ഒരു സിനിമയല്ലേ, കുറേ നാൾക്ക് ശേഷം നല്ല ഗ്യാപ്പിന് ശേഷം വന്നൊരു പടമാണ്. എൻ്റെ അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ഇത് ഡബ്ബിങ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സീക്വൻസുകളൊക്കെ ഞാനേ മറന്നുപോയിരുന്നു. പക്ഷെ പടം കണ്ടപ്പോൾ തുടക്കത്തിൽ ഇങ്ങനെ അതെന്താണ് അതൊക്കെ കണക്റ്റ് ആവാത്തതെന്നൊക്കെ എനിക്ക് കൺഫ്യൂഷൻ വന്നു. പക്ഷേ പടം എൻഡിലേക്ക് വരുമ്പോൾ നല്ല ഗംഭീരമായിട്ടുള്ള ത്രില്ലറിലേക്കാണ് പടം കടന്നത്. അതുകൊണ്ടാണ് എല്ലാവരും നീറ്റ് സിനിമ എന്ന് പറയുന്നത്. ഏതുതരം പ്രേക്ഷകരെയാണ് ഈ ചിത്രം ലക്ഷ്യമൊക്കെ? ഏതുതരം പ്രേക്ഷകരെ? ഫാമിലി ത്രില്ലറല്ലേ, എല്ലാവർക്കും കാണാവുന്നല്ലേ. ത്രില്ലിങ് എല്ലാ മൊമെന്റിലും ത്രില്ലിങ് അല്ലേ. പതുക്കെ അത് കത്തി വരുവുള്ളൂ ഉള്ളൂ. റൊമാൻസിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. എല്ലാ തരത്തിലുള്ള ഇമോഷൻസിനും ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു സിനിമയാണിത്. ആക്ച്വലി എനിക്ക് ഇതിലെ റൊമാൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ബിബി ചേട്ടനായിട്ടുള്ള ഒരു കെമിസ്ട്രി, അതാണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആദ്യ ഷോ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്താ അഭിപ്രായം? അത് ആക്ച്വലി അതിനൊരു വാക്കില്ല, അതിന് പറയാനുള്ള വാക്കില്ല. സ്പീച്ച്ലെസ് എന്നൊക്കെ പറയുന്ന പോലെ ഈ ഇത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ ചെയ്യാൻ പറ്റി, അവരുടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റി, അത് കൂടുതൽ എന്താ ഉള്ളത്. നമ്മുടെ ക്യാമറമാൻ്റെയും ഡയറക്ഷനും എടുത്തു പറയണം. എന്താണെന്നറിയാമോ, എന്തൊരു ബോൾഡായിട്ട് എല്ലാവരും കാണിച്ചേക്കുന്നത്. ഫ്രെയിമിലേ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഭംഗീൻ്റെക്കാർ ഉപരിയായിട്ട് ആർട്ടിസ്റ്റിന് കൊടുക്കേണ്ട ഒരു പ്രാധാന്യം ഉണ്ടല്ലോ, അതിനത് ആ രീതിയിലാണ് ലൈറ്റപ്പ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മളൊരു കുഞ്ഞ് എക്സ്പ്രഷൻ ഇട്ടാൽ പോലും അത് ഭയങ്കരമായിട്ട് ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ലോക്നാഥ് സാർ ഉസ്താദ് ഹോട്ടലിൻ്റെ ക്യാമറമാനാണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആഡ് ഷൂട്ട് ചെയ്യുന്ന ആളാണ്. പുള്ളിയുടെ ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ജോർജ് ഏട്ടൻ, പിന്നെ സന്തോഷ് ഏട്ടൻ തിരക്കഥ. നല്ല ഷൂട്ടിംഗ് സമയത്തെ അനുഭവങ്ങളൊക്കെ? ഷൂട്ടിംഗ് സമയത്തും ഭയങ്കര, ഞാൻ പിന്നെ ഇതിൽ കണ്ട ആളെ അല്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഫണ്ണം പറഞ്ഞിട്ട് നടക്കുന്ന ആളാണ്. ഞാനിത് ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, ഈ മെത്തേഡ് പരിപാടിയൊന്നും ഇല്ലാത്തൊരാളാണ്. എനിക്ക് നേരത്തെ സീൻ പ്രിപ്പയർ ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. അങ്ങോട്ട് ചെയ്യില്ല. അപ്പോൾ ഇത് എനിക്കിപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ചില സീൻസിൽ അത് നല്ലായിരുന്നു എന്ന് തോന്നി. സിനിമയിലെ ഗാനങ്ങളൊക്കെ അത്യാവശ്യം ക്ലിക്കായിട്ടും ആ ഗാനങ്ങളെ പറ്റിയൊക്കെ ഒരു ഐ ലവ് ദ സോങ്. വളരെ നല്ല സോങ് ആണ്. ആ സോങ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ BGM കൊടുക്കും. സോങ് കറക്റ്റാണോ വേർഡെന്ന് എനിക്കറിയില്ല. അത് കൊടുക്കുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ്. എനിക്ക് വളരെ ഇഷ്ടമായി. ഇന്നത്തെ ആളോട് ഞാൻ ഇപ്പോൾ തന്നെ പോയി പറഞ്ഞു നമ്മുടെ ഡയറക്ടറുടെ അടുത്ത്. വളരെ നല്ല സോങ് ആയിരുന്നു. പുതിയതായി മറ്റ് പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്? പുതിയതായിട്ട് എനിക്കൊരു വലിയൊരു പരിപാടിയാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചേക്കുന്നത്. ഞാനപ്പോൾ അതിൻ്റെ ഗ്യാപ്പ് എടുക്കുന്നുണ്ട്. ഇനി മെയിൻ ലീഡ് റോള് ഈ പറഞ്ഞ പോലെ ആ പടം കഴിഞ്ഞിട്ട് എന്തായാലും ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളൂ. പിന്നെ എഴുത്ത് പണി 2 പരിപാടികൾ കഴിഞ്ഞിരിക്കുകയാണ്. ഈ കൊല്ലം എൻ്റെ വിഷ്ണുവിൻ്റെയും എഴുതിയൊരു സിനിമ വരണം എന്നുള്ളതാണ്, അതിൻ്റെ പ്ലാനിലാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.